Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. പോകരുത് പൊടിക്കളം, മറ്റുള്ളവർക്ക് കണ്ണീരുണ്ടാകും. ആരുടെയും കണ്ണീര് വീഴ്ത്തരുത്. പൊടിക്കളമാണ് വലുതാണ്, ചക്കയും വലുതാണ്. ചക്ക ആനയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടത്, ആന ചക്കയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടത്. പോകൂ പൊടിക്കളം. നമ്മുടെ അത്യാഗ്രഹം അമരന്റെ ദുഃഖമായി മാറും. കൊണ്ടുപോയി തിന്ന് കൊതി മാറ്റി. ചക്ക വീണു, തല ചത്തു. അയ്യോ അമ്മേ. എന്തൊരു സ്വപ്നം, തല ചത്തു. സൂപ്പർ പ്ലാവിൻ തോട്ടം, വല്ലാത്തൊരു കൊതി. ചക്ക തിന്നിട്ട് എത്ര കാലമായി. ബട്ട് കൂട്ടുകാരോട് പറയാം, അവർ മാർഗം പറഞ്ഞു തരും. ജോപ്പ, ഒഴിഞ്ഞു മാറാൻ വിടില്ല. നിനക്ക് സമാധാനം എന്ന വിഷയം നന്നായി പറയുവാൻ പറ്റും. അതെ, എന്റെ സമാധാനം മൊത്തം പോയി. ഞങ്ങൾക്ക് നാടകമുണ്ട്, എന്നിട്ടും ഞങ്ങൾ കൂളാ. നാടകത്തിന് സ്റ്റേജിൽ വേറെ ആളുണ്ട്. പ്രസംഗം ഒറ്റയ്ക്ക് പറയണം. പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പൊറോട്ടയും മീനും കഴിക്കും. എന്നാ ഞാൻ സമാധാനത്തെ പറ്റി മാത്രല്ല, യുദ്ധത്തിനെ പറ്റിയും പറയും. നിനക്ക് പറ്റിയ വിഷയം കൊതിയെ പറ്റിയാ. ഞങ്ങൾ പോകുക, നാടകത്തിന് സമയമായി. ഓക്കെ ജോപ്പ, ഓൾ ദി ബെസ്റ്റ്. കൂട്ടുകാരെ, എനിക്ക് പറയാനുള്ള വിഷയം സമാധാനത്തെ പറ്റിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്നു. സമാധാനം ഒരു നുണയാണോ? അറിയില്ല. പക്ഷേ ഇനിയും യുദ്ധമുണ്ടാവും. കാരണം ആരും ഒന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ഓർമ്മയിൽ നിന്ന് സംഘർഷമുണ്ടാവും. അവൻ എന്നോട് ചെയ്തത്
അമേരിക്ക ഇറാഖിനോട് ചെയ്തത്? അപ്പൊ യുദ്ധം ഉണ്ടാവും. സമാധാനം നുണയും. അത്യാഗ്രഹം സമാധാനത്തിന്റെ കൊലയാളിയാണ്. ഒരാളുടെ അത്യാഗ്രഹം സർവ്വതും നശിപ്പിക്കും. യുദ്ധം അത്യാഗ്രഹത്തിന് പ്രതികാരത്തിലുണ്ടായ പുത്രനാണ്. അതിനാൽ സമാധാനം ഓരോരുത്തരും കണ്ടെത്തുക. ജയ് ഹിന്ദ്. ഇപ്രാവശ്യം നമ്മൾ തകർത്തു. ജോപ്പൻ പ്രസംഗത്തിന് ഫസ്റ്റ് അടിച്ചു. അത്യാഗ്രഹം, സമാധാനം, യുദ്ധം, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ നാടകവും സൂപ്പറായിരുന്നല്ലോ. ആഗോള താപനം അതായിരുന്നു വിഷയം. കലക്കി. എല്ലാവർക്കും പരസ്പരം കൺഗ്രാറ്റ്. ബട്ട് ചാറ്റ് അബൌട്ട് പൊറോട്ട ആൻഡ് മീൻകറി. അത് വാക്ക് നടന്നിരിക്കും. പൊറോട്ട ഒരു അത്യാഗ്രഹമല്ലേ? ഒരു യുദ്ധം ആസന്നമാണ്. ആ വരിക്കച്ചക്കപ്പഴമേ, ആ പ്ലാവിന്റെ കൊമ്പിൽ കിടക്കുന്നു നീ ഒരു രജ്ഞി കണക്കെ. ആ നിന്റെ കിടപ്പു കണ്ടാൽ വായിലരുവിയല തല്ലിടുന്നു. ചക്ക സ്വപ്നം കണ്ട് പൊടിക്കളത്തിന് വട്ടായി. പൊടിക്കുളങ്ങൾ എന്താ പറ്റിയേ? ചക്ക തിന്നാൻ ആഗ്രഹം. ബട്ട് അത് കൃഷിക്കാരുടെ പറമ്പിലാണ്. പറമ്പിൽ കറിയാൽ കൃഷി നശിക്കും. അത് എന്റെ അത്യാഗ്രഹം അവരെ ദുഃഖിപ്പിക്കും, അല്ലേ? കണ്ണീരണിയിക്കും. ആനയും കൃഷിക്കാരനും തമ്മിലുള്ള യുദ്ധം ഇതാണ് പ്രവാചകനായ ജോപ്പൻ പ്രസംഗിച്ചത്. ജോപ്പ പൊടിക്കളത് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് ശബദമുണ്ട്. ആനയ്ക്ക് സ്വന്തമായ വാഴ, സ്വന്തമായ പ്ലാവ്. അപരനെ ദുഃഖിപ്പിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളാണ് അത്യാഗ്രഹങ്ങൾ. ആർക്കും ദുഃഖം വരുത്തിയിട്ട് ഒരു ചക്ക തിന്നണ്ട. ദുഃഖം വരുത്താതെ ചക്ക തിന്നുന്ന ഒരു സൂത്രം എനിക്കറിയാം. തിന്നാനുള്ള ഏത് സൂത്രവും ജോപ്പനറിയാം. ഈ ഭൂമിയിൽ മനുഷ്യൻ നേടുന്ന സകല അറിവും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ തിന്നാനുള്ള അറിവല്ലേ? ഓ, എന്തൊരു വിവരം! എന്തൊരു വിവരം! എന്തായി? വല്ല വഴിയുണ്ടോ? സംഗതി ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്താ പൊടിക്കളം അങ്കിൾ? ചക്ക നിറയുള്ള തോട്ടം. സംഗതി സൂപ്പർ സ്ഥലം. പക്ഷെ പ്രശ്നമുണ്ട്. പോയ ചക്ക തിന്ന് ആപ്പീസ് പൂട്ടും. ചക്ക പറിക്കണേൽ വാക്ക് തെറ്റിക്കണം. പൊടിക്കളത്തിന് 2 ചിറകുണ്ടായിരുന്നേൽ നല്ല രസമായിരുന്നേനെ. ഒരാന മനുഷ്യയുദ്ധം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ എന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിക്കട്ടെ. പ്രയോഗിക്ക്. എല്ലാവരും കണ്ണടയ്ക്ക്. എന്നിട്ട് സങ്കല്പിക്ക്. നല്ല നിലാവുള്ള രാത്രി. ആളുകൾ ഉറങ്ങാൻ തുടങ്ങുന്നേയുള്ളൂ. പൊടിക്കളം ചക്കയുള്ള പറമ്പിന്റെ അതിർത്തിയിൽ പോയി നിൽക്കുന്നു. വീടുകളിൽ ചെറിയ വെട്ടം മാത്രം. പൊടിക്കളം ചുറ്റും നോക്കിയിട്ട് 1, 2, 3 ചിഹ്നം വിളി ഉറക്കെ. അപ്പോ വീടുകളിൽ നിന്ന് ഇപ്രകാരമുള്ള ഡയലോഗുകൾ കേട്ടു തുടങ്ങും. ആ ഡയലോഗുകളിലേക്ക് ശ്രദ്ധിക്കൂ. അപ്പോ നിങ്ങൾക്ക് ജോപ്പന്റെ ബുദ്ധി മനസ്സിലാവും. ആന വന്നു, ചക്കകൾ മൂത്തു. ആ ചക്കകൾ വെട്ടി പറമ്പിന്റെ വെളിയിൽ കളയണം, അല്ലെങ്കിൽ ആനകൾ കൃഷി മുഴുവൻ നശിപ്പിക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? ഒറ്റ ചക്ക പോലും ഇല്ലാതെ സകല ചക്കയും പറമ്പിന്റെ അതിർത്തിയിലെത്തും. അത് പൊടിക്കളശാപ്പിടും. കാഞ്ഞ ബുദ്ധി. സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ആഗ്രഹം സഫലമാക്കാനുള്ള കുറുക്ക് വഴികളും ശരിയല്ല. ഇപ്രാവശ്യം ഒരു സൂത്രം, അടുത്ത പ്രാവശ്യം വേറൊരു സൂത്രം. അതെ, സൂത്രങ്ങളെ അത്യാഗ്രഹത്തിന്റെ ഭാഗമാ. പൊടിക്കുളം അങ്കിൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് തീരുമാനം. അത് സത്യമാകട്ടെ. നമിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് സങ്കടം വരുത്തുന്ന അത്യാഗ്രഹം മുളയിലേ നുള്ളി. ഇപ്പോ മനസ്സിനൊരു സുഖം. എന്നാൽ പ്രവാചകൻ ജോപ്പൻ ഒരു പ്രവചനം നടത്തട്ടെ. പൊടിക്കളത്തിനായി സൃഷ്ടിക്കപ്പെട്ട ചക്കകൾ പൊടിക്കളത്തിന്റെ മുമ്പിലെത്തും. അത് സത്യമാകട്ടെ. അത്യാഗ്രഹം സകല വഴക്കുകളുടെയും പിള്ളത്തൊട്ടില്ല. നമുക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കാം. അപ്പോൾ നല്ലത് ദൈവം നമുക്ക് തരും.
ഏതായാലും ഇത്രയുമായി. നമുക്ക് നമ്മുടെ അരുവിക്കരയിൽ പോയി 2 കാട്ടുപഴമെങ്കിലും കഴിച്ചു പിരിയാം. അത് ശരിയാ, നമുക്ക് പോയി വരാം. സംഗതി കലക്കി. ഇതാ നോക്ക്. തന്നെ നോക്കട്ടെ. സ്നേഹമുള്ള പൊടിക്കളമാണ് ചേട്ടന്. ഞങ്ങൾ ഗ്രാമത്തിലെ ആ പഴയ വീട്ടുകാർ ഞങ്ങൾക്ക് പണ്ട് വാഴ നനച്ച് തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പറമ്പിലെ ആദ്യത്തെ ചക്കകൾ. ഇത് ഞങ്ങളുടെ ന്യൂ ഇയർ സമ്മാനം. എന്തൊരു സന്തോഷം, എനിക്ക് വയ്യ. പ്രവാചകൻ ജോപ്പൻ കി ജയ് ജയ്. എന്റെ വാക്ക് ഫലിച്ചു. ഇതാ ഞാൻ പൊറോട്ട ഉപേക്ഷിക്കുന്നു. ആരേലും മേടിച്ച് ഇതുപോലെ തരുമായിരിക്കും. നമ്മുടെ ആഗ്രഹം ദൈവം അറിഞ്ഞു പ്രവർത്തിക്കും. പക്ഷെ ഹൃദയം നിറയെ നന്മ വേണം. നന്മ മാത്രം മതി. Johnny